ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചേമ്പിൻ്റെ തൊലി കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. പണ്ടെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കറിയാണ് ഈ ചേമ്പും കപ്പക്കിഴങ്ങും വെച്ചുള്ള കൂട്ടാൻ കേട്ടോ. ഞങ്ങളെ നാട്ടിൽ കപ്പക്ക് പൂളക്കിഴങ്ങ് എന്നാട്ടോ പറയുക. അപ്പോൾ പൂളയും താളും പൂളക്കിഴങ്ങും ചേമ്പും തണ്ടും കൂട്ടാൻ വെച്ചത് അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ പറയാറ്. ഇവിടെ പൂളക്കിഴങ്ങ് കിട്ടുമ്പോൾ ഇതുപോലെ ചേമ്പ് വെച്ച് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ കൂട്ടാൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനായതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പേര് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ പൂളക്കിഴങ്ങിൻ്റെ കൂടെ ചക്കരക്കിഴങ്ങ് കൂട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ ചക്കരക്കിഴങ്ങ് കൂട്ടാറില്ല, പക്ഷെ അതിവിടെ ബാക്കി വന്നൊരു ചക്കരക്കിഴങ്ങാണ്, അപ്പോൾ അതും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പൂളക്കിഴങ്ങും ചക്കരക്കിഴങ്ങും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കും കേട്ടോ ഈ ചേമ്പും പൂളയും കിട്ടിയാൽ ഇതുപോലെ കൂട്ടാനൊക്കെ. ഇവിടെ വീട്ടിൽ ചേമ്പില്ല കേട്ടോ, അയൽവാസിയത്തെ വീട്ടിൽ നിന്ന് കേട്ടോ ചേമ്പ് വാങ്ങിയത്. പൂളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഇവിടെ വീട്ടിലുള്ളവർക്ക് ഇതുപോലെ ചേമ്പും തണ്ട് വെച്ച് ഉണ്ടാക്കുന്ന കൂട്ടാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങൾ പൂള കിട്ടുന്ന സമയത്ത് ചേമ്പിൻ്റെ തണ്ട് വെച്ച് ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. പൂളക്കിഴങ്ങ് കിട്ടുമ്പോൾ ചേമ്പ് ഇവിടെ അയൽവാസിയത്തെ വീട്ടിൽ നിന്ന് കേട്ടോ വാങ്ങാറ്. അവരോട് അത്യാവശ്യമുണ്ട്. ഇവിടെ മുൻപൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ചേമ്പ്, മുരിങ്ങ, മത്തൻ, കുമ്പളൻ, വെള്ളരി, പടവലങ്ങ, ചെരങ്ങ ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ. ഈ പച്ചക്കറികളൊക്കെ തന്നെയല്ലേ നമ്മുടെ അന്നത്തെ കൂട്ടാൻ. പിന്നെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചെരങ്ങയുടെ ഇല, അങ്ങനെയൊക്കെ മുരിങ്ങൻ്റെ ഇല, അങ്ങനെ ഇലക്കറികൾ ധാരാളം കഴിക്കാനൊക്കെ പറ്റിയിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ബിരിയാണി, മന്തി, പിന്നെ ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ ഇതൊക്കെ അല്ലേ. പണ്ടത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ കഴിക്കുന്നത് തന്നെ കുറവാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ ചേമ്പിൻ്റെ തണ്ട് തൊലി കളയുന്നത്. തൊലി കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചേമ്പിൻ തണ്ട് മുറിച്ചതും പൂളക്കിഴങ്ങും ചക്കരക്കിഴങ്ങും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായി കാന്താരിയാണ് കേട്ടോ ചേർക്കുന്നത്. കാന്താരി ഇങ്ങനെ ഈ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ, അപ്പോൾ കാന്താരി അത്യാവശ്യം ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ, വെന്തിട്ട് ഉടച്ചെടുക്കാനാണ്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലാവുമ്പോൾ നല്ലോണം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ചക്കരക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ചേമ്പ് ഇതെല്ലാം കുക്കറിലിടുക. പിന്നെ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. നല്ലോണം വെന്ത ശേഷം ഉടച്ചെടുക്കുക കേട്ടോ. ഉടച്ചെടുത്താലാണ് ഇതിനൊരു പ്രത്യേക രസം. ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കടുക് താളിക്കുമ്പോൾ ഉണക്കമുളക്, വറ്റൽമുളക് എന്നൊക്കെ പറയുമല്ലോ, അതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളവിടെ ഉണക്കമുളക് എന്നാണ് ഞങ്ങൾ പറയാറ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. വീഡിയോയിൽ കണ്ടോ ഈ കൂട്ടാൻ കാണാൻ തന്നെ എന്ത് രസമാണ്, അതിനേക്കാൾ സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ഈ നാടൻ വിഭവം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടോ. എപ്പോഴും ഞാൻ ഈ മന്തിയും കഴിച്ചിരിക്കാതെ ഇതുപോലത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കി, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.